നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ സാമൂഹിക കവചം തീർക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ആലപ്പുഴ ആരവം പരിപാടിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പി ചിത്തരഞ്ജൻ MLA. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും ശ്രീ സ്കന്ദ മഹായാഗവും ഈ മാസം 20-ന് തുടങ്ങി മെയ് 1 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തെക്കനാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ സാമൂഹിക കവചം തീർക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ആലപ്പുഴ ആരവം പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പി ചിത്തരഞ്ജൻ MLA അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. ലഹരിക്കെതിരെ സാമൂഹിക കവചം തീർക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ആലപ്പുഴ ആരവം പരിപാടിക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ആലപ്പുഴ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് ആലപ്പുഴയുടെ വികസന സാംസ്കാരികോത്സവം എന്ന പേരിൽ ഈ മാസം 20 മുതൽ 28 വരെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജനകീയ കവചം എന്ന പേരിൽ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനുകൾ, ടൂറിസം സെമിനാറുകൾ, വികസന കോൺക്ലേവ്, ശുചിത്വ ക്യാമ്പയിൻ, വയോജനോത്സവം, ഭിന്നശേഷി കലോത്സവം, MLA കപ്പ് കായിക മത്സരങ്ങൾ, പ്രതിഭാ സംഗമം, കുട്ടികളുടെയും സ്ത്രീകളുടെയും കലാമേള, സംഗീത സായാഹ്നങ്ങൾ, നാടകം, സാംസ്കാരിക സമ്മേളനം, വികസന വിളംബര ഘോഷയാത്ര എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്നും ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി ചിത്തരഞ്ജൻ MLA കൂട്ടിച്ചേർത്തു. 28-ാം തീയതി വരെ ആലപ്പുഴ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ആരവം എന്ന പരിപാടിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയവും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വിനാശകരമായി മാറിയിരിക്കുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ആ ക്യാമ്പയിൻ സംസ്ഥാനത്ത് ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായ നിലപാടുകളും ഫാദർ നെൽസൺ തൈപ്പറമ്പിൽ, CK ഷിബു, KM തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും ശ്രീ സ്കന്ദ മഹായാഗവും ഈ മാസം 20-ന് തുടങ്ങി മെയ് 1 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. തെക്കൻ പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും ശ്രീ സ്കന്ദ മഹായാഗവും ഈ മാസം 20-ന് തുടങ്ങി മെയ് 1 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെക്കമ്പഴനി സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 12 കളഭ മഹോത്സവം ഏപ്രിൽ 20, അതായത് നാളെ തുടങ്ങി മെയ് 1-ന് പര്യവസാനിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് 14ാമത് പ്രതിഷ്ഠാവാർഷിക കലശവും സ്കന്ദമഹായാഗവും മെയ് 1-ന് നടക്കുന്നു. ആ സ്കന്ദമഹായാഗം പഴനിമല ക്ഷേത്രത്തിൻ്റെ മുഖ്യ തന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. അതിന് ക്ഷേത്രം തന്ത്രി ജയ തുളസീധരൻ തന്ത്രി സാന്നിധ്യം. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേർത്തല ജയ തുളസീധരൻ തന്ത്രികളുടെ സാന്നിധ്യത്തിൽ പഴനിമല ക്ഷേത്രത്തിന്റെ മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീ സ്കന്ദ മഹായാഗത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ നടക്കുന്നത്. 12 കളഭ മഹോത്സവം, ശ്രീ സ്കന്ദ പുരാണ പാരായണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കുമെന്നും ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായതായും ക്ഷേത്രയോഗം പ്രസിഡന്റ് NS ഷാജു, ക്ഷേത്ര മേൽശാന്തി രാജീവ് ശാന്തി കലവൂർ, സെക്രട്ടറി D മഹേഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ K വാസുദേവൻ,
ജി രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡല കേന്ദ്രങ്ങളിലാണ് ബഹുജന ശൃംഖല സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21 നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും പങ്കാളികളാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. AIYF, മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. AIYFന്റെയും മഹിളാ സംഘത്തിന്റെയും വിദ്യാർത്ഥി സംഘടനയായ AISFന്റെയും സംയുക്തമായി നമ്മുടെ ജില്ലയിൽ മൂന്നാമത്തെ ഘട്ട ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കേവലം ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഇതിനെതിരെ നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങളിപ്പോൾ ഒരു 1-2 വർഷക്കാലമായി തന്നെ തുടർച്ചയായ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ 3 സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21 മറ്റേനാൾ ഒരു ബഹുജന ശൃംഖല സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സാമൂഹിക, മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖന്മാർ ഈ പരിപാടിയിൽ അണിനിരക്കും. ജില്ലയിലെ വിവിധ മണ്ഡല കേന്ദ്രങ്ങളിലായിട്ടാണ് ബഹുജന ശൃംഖല സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21 നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളും പങ്കാളികളാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ, മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ, AISF ജില്ലാ സെക്രട്ടറി ആദർശ് തുളസീധരൻ, പ്രസിഡന്റ് അജയകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തെക്കനാര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. തെക്കനാര്യാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ തെക്കനാര്യാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് വായനശാല ഗ്രന്ഥശാലയുടെ സുവർണ ജൂബിലി ആഘോഷം, അതോടൊപ്പം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും 2025 ഏപ്രിൽ 21 മുതൽ 27 വരെ വിവിധ സമ്മേളനങ്ങളും നാടകം, മെഗാ ഷോ, ഗാനമേള തുടങ്ങി മികവുറ്റ കലാപരിപാടികളും അതോടൊപ്പം തന്നെ കൈകൊട്ടിക്കളി, തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ, ചലച്ചിത്ര. തെക്കനാര്യാട് പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം എവർഷൈൻ നഗറിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ മാസം 21 വിളംബര ജാഥയോടും ഫാൻസി ഡ്രസ് മത്സരത്തോടെയുമാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. 21 വൈകിട്ട് നടക്കുന്ന സമ്മേളനം മുൻ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. 26 നടക്കുന്ന ജൂബിലി സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കും. 27 നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തെ തുടർന്ന് പത്തനംതിട്ട ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും വേദിയിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികളായ N ഓംപ്രകാശ്, PJ ഷാജി, R മംഗളാനന്ദൻ, KJ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരിക്കെതിരെ സാമൂഹിക കവചം തീർക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ആലപ്പുഴ ആരവം പരിപാടിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി PP ചിത്തരഞ്ജൻ MLA ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. തെക്കൻ പടഞ്ഞി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാ വാർഷിക കലശവും ശ്രീ സ്കന്ദ മഹായാഗവും ഈ മാസം 20 തുടങ്ങി മെയ് 1 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖലയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്.
AIYF മഹിളാ സംഘം, AISF എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തെക്കനാട് എവർഷൈൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷവും വെൽഫെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷവും ഈ മാസം 21 മുതൽ 27 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.